SSLC പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ +1 അഗ്നി ബാച്ചിൻ്റെയും അതുപോലെ +1 പൃഥ്വി നീറ്റ് ആൻഡ് കീം ബാച്ചിൻ്റെയും എല്ലാ കാര്യങ്ങളാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും. സോ കംപ്ലീറ്റ് ഈ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ അവസാനം വരെയും കാണാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ, എന്തിനാണ് ഈ +1-ൽ എന്തിനാണ് ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നത്, എന്തിനാണ് എക്സാമിനറിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യം? വളരെ ബേസിക് ചോദ്യമാണ്. ആദ്യം നിങ്ങളോടാണ് ചോദിക്കുക, എന്തിനാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് എക്സാമിനറിൽ? വളരെ സിമ്പിളുള്ളൂ. രണ്ടേ ചോദ്യങ്ങളെ നിങ്ങൾ സ്വയം ചോദിക്കാനുള്ളൂ. ഫസ്റ്റ് കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എക്സാമിനറിൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കുറേ നാളായിരുന്നു നിങ്ങൾ കാണുന്നു. ഓക്കെ, എൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട്, അലൻ സാറിൻ്റെ ക്ലാസ്സും അർച്ചന മിസ്സിൻ്റെ ക്ലാസ്സും മിഥില മിസ്സിൻ്റെ ക്ലാസ്സും എല്ലാവരുടെയും ക്ലാസ് നിങ്ങൾ കണ്ടാണ്. അവർ തന്നെയാണ് നെക്സ്റ്റ് ഇയർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ കാര്യങ്ങളൊക്കെ? നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യും? ഒരു വർഷം മൊത്തം പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു രസമൊക്കെ ഉണ്ടാവുമോ? രസം ഉണ്ടാവും തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം യെസ് ആണെങ്കിൽ അടിപൊളി. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, 10ാം ക്ലാസ് പോലെയല്ല +1. ഓക്കെ, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ചേ പഠിക്കാനുള്ളൂ. A+ ഫുൾ A+ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. +1 എത്തുമ്പോൾ ഡബിളല്ല, ഡബിളിലും കൂടുതലാണുള്ളത്. ഫിസിക്സിലൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ 7 ചാപ്റ്റേഴ്സ്, +1 എത്തുമ്പോൾ 15 ചാപ്റ്റേഴ്സ്. ബയോളജിയിൽ 10ാം ക്ലാസ്സിൽ 8 ചാപ്റ്റർ, ബയോളജി +1 22 ചാപ്റ്റേഴ്സ്. ആ 22 ചാപ്റ്റേഴ്സിൽ എല്ലാ ചാപ്റ്ററും എന്താണ് 10ാം ക്ലാസ്സിൽ ഓരോ ചാപ്റ്ററുകളും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ അവസാനം കുറച്ച് നിന്ന് അടിച്ച് പൊളിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ A+ ഒക്കെ വാങ്ങിച്ചെടുക്കാം. ഓക്കെ, പക്ഷെ +1-ൽ ആ പരിപാടി നടക്കാൻ പോകുന്നില്ല. +1-ൽ നിങ്ങൾ ആദ്യം മുതലേ പ്രോപ്പറായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് അവസാനം നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും +1-ലൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ 2 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ, ആദ്യം എക്സാമിലെ ടീച്ചേഴ്സിന് ഇഷ്ടമാണ്, പിന്നെ നിങ്ങൾക്ക് +1-ൽ നല്ലോണം പഠിക്കണം എന്ന് 2 ചോദ്യത്തിന് ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ +1 അഗ്നി ബാച്ച് നിങ്ങളുടെ ബാച്ചാണ് മക്കളെ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബാച്ചിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യമായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, +1 ഫുൾ സിലബസ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, +1-ലെ കംപ്ലീറ്റ് സബ്ജക്ട്സിൻ്റെ ക്ലാസ്, ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, ബയോളജി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും, അതുകൂടാതെ ഇംഗ്ലീഷ് ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, മലയാളം ഉണ്ടാവും. ഇത്രയും സബ്ജക്ട്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നെക്സ്റ്റ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഈ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്? റെക്കോർഡ് ക്ലാസ് മാത്രമാണോ അല്ലെ ലൈവ് ക്ലാസ് മാത്രമാണോ? അല്ല, രണ്ടും നിങ്ങൾക്ക് കിട്ടും. ക്ലാസ്സസ് റെക്കോർഡ് രൂപത്തിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് ആപ്പിൽ, നമ്മുടെ എക്സാമിനർ ആപ്പിൽ, യൂട്യൂബിലല്ല ആപ്പിൽ വൃത്തിയായിട്ട് റെക്കോർഡ് രൂപത്തിലുണ്ടാവും. അപ്പോൾ റെക്കോർഡറായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് നടത്തുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ ഈ റെക്കോർഡ് ക്ലാസ് മാത്രമേ ബോറായി പോലെ. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് മാത്രമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സിൽ കുറച്ചും കൂടി നമ്മൾ ഇൻറ്ററാക്റ്റീവ് ആയിട്ട് നമ്മൾ കണ്ട് സംസാരിക്കും, കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ചാപ്റ്ററിന് ശേഷം ഒരു ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റിൻ്റെ ആൻസർ ഡിസ്കഷൻ നമ്മൾ ചെയ്യും. അതുകൂടാതെ മെൻറ്റി ക്വിസസും ഇടയ്ക്ക് ഉണ്ടാവും. ഈ മെൻറ്റി ക്വിസസിന് പ്രൈസ് ഉണ്ടാവും, ക്യാഷ് പ്രൈസ് ഉണ്ടാവും. എല്ലാ മെൻറ്റി ക്വിസിനും ക്യാഷ് പ്രൈസോടെ ആയിരിക്കും മെൻറ്റി ക്വിസ് ഉണ്ടാവുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ് വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾ നിങ്ങളുടെ പേസിന് നിങ്ങൾക്ക് ഫാസ്റ്റ് അടിച്ചോ സ്ലോ അടിച്ചിട്ടോ പോസ് ചെയ്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പഠിക്കുക. ലൈവ് ക്ലാസ് നിങ്ങളെ കുറച്ചും കൂടി ഒന്ന് മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടും പഠിക്കാനൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ടും ലൈവ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ 2 രീതിയിലും നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് നമ്മൾ ക്ലാസ് വെക്കാം. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ബോർ അടിക്കില്ല. അപ്പോൾ ഈ 2 രീതിയിലായിരിക്കും ക്ലാസ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് PYQ ഉണ്ടാവും. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ കംപ്ലീറ്റ് നോട്ട്സ് അല്ല വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ വീഡിയോസ് ഉണ്ടാവും. കെമിസ്ട്രിയും ബയോളജി എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് ഉണ്ടാവും. നെക്സ്റ്റ് ഇയറിലെ റിവിഷൻ ബാച്ച് +1 അഗ്നി റിവിഷൻ ബാച്ച്, അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ റിവിഷൻ ബാച്ചിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും. ഓരോ ക്ലാസ്സിൻ്റെയും ക്ലാസ് നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് നോട്ട്സ് PDF കിട്ടില്ലേ? അതേപോലെ നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും എല്ലാ ചാപ്റ്ററിൻ്റെയും ക്ലാസ് നോട്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ആ നോട്ട്സ് തന്നെ ധാരാളമാണ്. അത് നിങ്ങൾക്ക് PDF ആയിട്ട് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് കാര്യം, ഇതൊന്നും കൂടാതെ ഈ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒന്നും കൂടാതെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ സെറ്റ് കിട്ടും. +1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എല്ലാം, ഹിന്ദി ഉണ്ടെങ്കിൽ ഹിന്ദി, ഇത്രയും ബുക്സ് എന്താണ് നിങ്ങൾക്ക് PDF അല്ല, ഈ കംപ്ലീറ്റ് ബുക്സ് നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു കുട്ടിക്കും ആവശ്യമില്ല. ഓക്കെ, +1-ൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, കേരളത്തിൽ തന്നെ ഏറ്റവും കുട്ടികൾ ഫോളോ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ടീച്ചേഴ്സ്,
അവരായിരിക്കും എടുത്തരാമെന്ന്. സ്റ്റഡി മെറ്റീരിയലാണെങ്കിൽ 32 വർഷമായിട്ട് പബ്ലിഷിങ് ചെയ്യുന്ന ബോബി ബുക്സിൻ്റെ, അതായത് എക്സാമിനർ തന്നെ സ്റ്റഡി മെറ്റീരിയലായിരിക്കും നിങ്ങൾക്ക് കിട്ടാമെന്ന്. അപ്പോൾ നിങ്ങൾ ബുക്ക് തപ്പി വേറെ എവിടെയും പോകണ്ട, ബുക്ക് അന്വേഷിച്ച് പോയി പൈസ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ബുക്സ്, ഇതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാ സാർ ഇതിൻ്റെയൊക്കെ ഫീസ് എത്രയാണ്? മക്കളെ, ഇത്രയും കാര്യങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഫീസ് 6000 ആണ്. പക്ഷേ നിങ്ങളെല്ലാവരും നമ്മുടെ SSLC ചാനലിനെ വളരെയധികം, യൂട്യൂബ് ചാനലിൽ വളരെയധികം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾ വളരെയധികം സ്നേഹം കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് വെട്ടിയിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് ഈ ഒരു ഫീസ് വെട്ടി ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഇത്രയും കാര്യങ്ങൾ, ഈ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ഫുൾ സിലബസ് ക്ലാസ് എല്ലാം കിട്ടാമെന്ന് വെറും 4000 രൂപയ്ക്കാണ്. 4000 റുപ്പീസാണ് ഒരു വർഷത്തെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഓഫർ ഫീസ്. ഓക്കെ, ഈ ഒരു ഫീസ് നമുക്ക് കുറേ നാൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യമല്ല, ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, സാധ്യമല്ല. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ബുക്കിന് മാത്രം വരും മക്കളെ, ഈ ബുക്കിന് മാത്രം വരും 1000ഓളം രൂപ. അപ്പം നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം, ഇത്രയും കാര്യങ്ങൾ, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഇത്രയും കാര്യങ്ങൾ 4000ന് കുറേ നാൾക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകണം, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എക്സാമിനറിന് അത്രത്തോളം എക്സാമിനറിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്കാണ്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണ് ഈ ഒരു ഫീസ് ഉണ്ടാകാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഓഫർ നമ്മൾ ഒരു ലിമിറ്റഡ് ടൈമിനെ വെക്കുള്ളൂ, കുറേ കാലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ഇത് സാധ്യമായിരിക്കില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ഫീസിൽ തന്നെ ജോയിൻ ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഓബ്വിയസ്ലി ഫീസ് മാറി 6000 തന്നെയാവും. കാരണം അത് നമുക്ക് കുറേ നാൾ അത് കൊണ്ടു നടക്കാൻ സാധ്യമല്ല. ഓക്കെ, അപ്പം ഇതിലാണ് ഈ ഫീസ്. ഇനി കുറേ പേർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു സംശയമുണ്ട്, സാർ ഓരോ മാസവും 4000 കൊടുക്കണോ? വേണ്ട, ഒരൊറ്റ വർഷത്തേക്കുള്ള ഫീസാണ്. ഇത് കേൾക്കുമ്പോൾ വേറെ ചിലർ കമൻറ്റ് ബോക്സിലൊക്കെ ഇടും, സാർ അപ്പോൾ ഓരോ സബ്ജക്റ്റിനാണോ, ഫിസിക്സിന് 4000 അങ്ങനെയാണോ? അങ്ങനെയല്ല, ഒരൊറ്റ വർഷത്തിന് എല്ലാ കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞ ബുക്സിനടക്കം 4000 രൂപ. ക്ലിയർ ആണല്ലോ? ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് മക്കളെ നിങ്ങൾക്ക് വേണ്ടി കോഴ്സ് റൺ ചെയ്യുന്നത്. ഇതിന് കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എക്സാമിനർ ഹിസ്റ്ററി അറിയുന്നവർക്കറിയാം, അറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഇത്രേ പറയാനുള്ളൂ. അലൻ സാറും ഞാനും എക്സാമിനർ തുടങ്ങിയപ്പോൾ ഒരൊറ്റ വിഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്, ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഫീസിൽ, ഏറ്റവും ഏത് കുട്ടിക്കും, ഏത് ഫിനാൻഷ്യൽ നിലയിലുള്ള ഫാമിലിക്കോ കുട്ടിക്കോ പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ കോഴ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രീം നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും അടിപൊളി ടീച്ചേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് പ്ലസ് വണ്ണിൽ പൊതുവേ നിങ്ങൾ ട്യൂഷൻ സെൻറ്റേഴ്സിലൊക്കെ പോയിച്ച്, സാധാരണ ട്യൂഷൻ സെൻറ്റേഴ്സിൽ വരെ ഒരു സബ്ജക്റ്റിന് വരും ഇതിനേക്കാളും ഫീസ്, ഇതിനേക്കാളും എത്രയോ മടങ്ങ് ഫീസ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്, ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, കേരളത്തിലെ എല്ലാ മക്കളും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫീസിൽ തരാമെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഫീസിൽ തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പർ 7592092021 ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരോട് വാട്സപ്പ് ചെയ്തോ ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ച് മനസ്സിലാക്കാം. അവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ചേച്ചിമാരാണ്. സോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഫീസ് അടയ്ക്കുക, ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം ആ ഫീസ് അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഇയർ പഠിക്കാൻ വേണ്ടി, അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, എല്ലാ ബുക്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക, എപ്പോഴാണ് സാർ ബുക്സ് കിട്ടുക? ബുക്സൊക്കെ ആക്ച്വലി നേരത്തെ തന്നെ കിട്ടും, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അയച്ചു തരുന്നതായിരിക്കും. ഒരു 2 ആഴ്ച മാക്സിമം എടുക്കും നിങ്ങൾ ബുക്ക് നിങ്ങളുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? മനസ്സിലായല്ലോ? ശരി. ഇനി നമ്മൾ പൃഥ്വി നീറ്റ് ബാച്ച്, സ്കീം ബാച്ചിനെ പറ്റി പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. കുറേ പേര് ആലോചിക്കുന്നുണ്ടോ, സാർ എനിക്ക് +1 സയൻസിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ഈ ബാച്ചിന് എനിക്ക് കാര്യമില്ല, കാരണം ഇത് സയൻസിൻ്റെ ബാച്ചല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടിയില്ല, നിങ്ങൾ ജസ്റ്റ് എക്സാമിനറിലെ നിങ്ങൾക്കൊരു നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൾ ചെയ്യുക, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല സയൻസിൽ, എനിക്ക് ബാച്ചിനോട് കാര്യമില്ല, എൻ്റെ ഫീസ് റീഫണ്ട് ചെയ്യണമെന്ന് പറയാം. ആ ദിവസം തന്നെ അവർ റീഫണ്ട് ചെയ്തു തരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയുള്ള സംഭവം, അതിലൊരു കോംപ്ലിക്കേഷൻ. നിങ്ങൾക്ക് അഡ്മിഷൻ സയൻസിൽ കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നമ്മളോട് പറയുക, ആ ഫീസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു പൈസ ഒന്നും ചോദിക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്തു തരും. അതിലൊരു സംശയമില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ എക്സാമിനറിൻ്റെ നീറ്റും കീം ബാച്ചും. ഓക്കെ, എക്സാമിനർ +1 പൃഥ്വി ബാച്ചിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ എക്സാമിനർ നീറ്റ് കീം ബാച്ചിൽ കിട്ടാൻ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒന്നെങ്കിൽ നീറ്റിൻ്റെ കോച്ചിങ് വിച്ച് ഇൻവോൾവ്സ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി, അല്ലെങ്കിൽ നിങ്ങളുടെ കീമിൻ്റെ കോച്ചിങ് വിച്ച് ഇൻവോൾവ്സ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. ഓക്കെ, ഏതെങ്കിലും ഒരു കോച്ചിങ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രണ്ടും വേണ്ടവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് എന്തിനാണ് ഇതിൻ്റെ ഉദ്ദേശം? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് +1 ബോർഡ് എക്സാം, പബ്ലിക് എക്സാമിന് മാത്രമല്ല നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് നല്ലൊരു റാങ്കോ അല്ലെങ്കിൽ കീം എക്സാമിന് നല്ല റാങ്ക് വാങ്ങിച്ച് നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹമുണ്ട്, നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ലൊരു ഒരു മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ചാണ് ഈ ബാച്ച്.
അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എൻട്രൻസിന് വേണ്ടി ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ്? ഫസ്റ്റ് ഓഫ് ഓൾ അഗ്നി ബാച്ചിലെ +1 അഗ്നി ബാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതിൻ്റെ മൊത്തം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് ദ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കൂടാതെ നിങ്ങൾക്ക് കീമിനോ നീറ്റിനോ നിങ്ങൾ ഏതാ ചൂസ് ചെയ്യുന്നത്, ഞാൻ നീറ്റിൻ്റെ ബേസിസിൽ പറയാം. നിങ്ങൾ കീമായിരിക്കും, അത്രേ ഉള്ളൂ. നീറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ലൈവ് ക്ലാസ്, കീം ചൂസ് ചെയ്യുന്നവർക്ക് കീമിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിനേഷൻ്റെ രീതിയിൽ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തുണ്ടാവും, നീറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കീമിന് വേണ്ടിയിട്ടോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന പോലെ അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ് എക്സ്ട്രാ തിയറി കുറേ പഠിക്കാനുണ്ട്. കുറച്ച് പഠിക്കാനുണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ലൈവ് ക്ലാസ് നിങ്ങളെ ആ ചാപ്റ്റർ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ രീതിയിലായിരിക്കും എക്സ്ട്രാ ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ ഓരോ ചാപ്റ്ററിൻ്റെയും എൻട്രൻസ് ലെവൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടാവും. DPP എന്ന് പറയും. അപ്പോൾ കുറേ നിങ്ങൾക്കറിയാം എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല റാങ്ക് വാങ്ങണം, കുറേ ചോദ്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് ഒരു ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചാൽ അതൊക്കെ ചെയ്യാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പലരും എന്താണ് ബുക്കൊക്കെ വാങ്ങിച്ച് ആദ്യം ഭയങ്കര രസമായിരിക്കും, പിന്നെ ബോറടിച്ച് നിർത്തും. എക്സാമിനർ നമ്മുടെ പൃഥ്വി ബാച്ചിൽ തരാൻ പോകുന്നത് വെറുതെ ബുക്ക് കൊണ്ട് തന്നിട്ട് പഠിക്കാനല്ല പറയാൻ പോകുന്നത്, എല്ലാ ചോദ്യങ്ങളും. ഒരു ചാപ്റ്ററിന് ഏകദേശം ഒരു 300ഓളം 400ഓളം ചോദ്യങ്ങളായിരിക്കും ആവറേജ് ഉണ്ടാവും. ചില ചാപ്റ്റർ അതിലും കൂടുതലുണ്ടാവും. അത്രയും ചോദ്യങ്ങൾ എക്സാമിനർ ടീച്ചേഴ്സ് ചെയ്യുന്ന വീഡിയോ സൊല്യൂഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓരോ ക്വസ്റ്റ്യനും വീഡിയോസിൽ കൂടെ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കും അത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസ് ഉണ്ടാവും, തീർച്ചയായിട്ടും ആ വീഡിയോസിൻ്റെ അതിൽ എഴുതിയിരിക്കുന്ന നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ കംപ്ലീറ്റ് DPPs, കംപ്ലീറ്റ് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്നാണ് നിങ്ങൾക്ക് വീഡിയോ രൂപത്തിലായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. നിങ്ങൾക്ക് ബോറടിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ എന്താണ് ബുക്കിലൊക്കെ നോക്കിയാൽ എന്താണ് അതിൻ്റെ ആൻസർ മനസ്സിലാവുണ്ടാവില്ല. പക്ഷേ ഇത് മനസ്സിലാവുന്നതിന് പ്രശ്നമില്ല, കാരണം ആ ടീച്ചർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചെയ്യല്ല ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, പ്രത്യേകിച്ച് നല്ലൊരു റാങ്ക് വാങ്ങേണ്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റർ കഴിയുമ്പോൾ ടെസ്റ്റ് ഉണ്ടാവും. അതുകൂടാതെ മന്ത്ലി ഫുൾ ലെങ്ത് ടെസ്റ്റ് ഉണ്ടാവും. അത് ആ മന്ത് പഠിച്ച എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുൾ ലെങ്ത് ടെസ്റ്റുകളും മന്ത്ലി ഉണ്ടാവുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളായിരിക്കും എക്സ്ട്രാ നിങ്ങൾക്ക് +1 പൃഥ്വി ബാച്ചിൽ എൻട്രൻസ് കോച്ചിങ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഈ ബാച്ചിൻ്റെ ഫീസ് ഇപ്പോൾ എത്രയാണ് മക്കളെ? ഈ ബാച്ചിൻ്റെ ഫീസ് ഇപ്പോൾ വെറും 9,000, ഇപ്പോൾ 6,000 ആണ്. ശരിക്കും ബാച്ചിൻ്റെ ഫീസ് നിങ്ങളുടെ കഴിഞ്ഞ വർഷം പഠിച്ചവരൊക്കെ 9,000 റുപ്പീസിനാണ് പഠിച്ചത്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 6,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ എൻട്രൻസ് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്, നിങ്ങൾക്ക് എക്സാമിനർ ടീച്ചേഴ്സിൻ്റെ കൂടെ പഠിക്കണം, നല്ലൊരു റാങ്ക് നീറ്റിലോ കീമിലോ വാങ്ങിച്ചെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. കാരണം ഇപ്പോൾ വെറും ഫീസ് 6,000 രൂപ മാത്രമാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക്. ഈ എക്സ്ട്രാ കാര്യങ്ങളും പിന്നെ അഗ്നി ബാച്ചിലെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ 6,000 ആണ് ഫീസ്. ഞാൻ പറഞ്ഞ പോലെ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക. നേരത്തെ കണ്ട നമ്പറല്ലേ 75920221 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നോളൂ. നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 7th May ആണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പോലും ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, മെയിൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ 15 to 20 ലക്ഷങ്ങളോളം കുട്ടികളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്കൂളൊക്കെ തുടങ്ങി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം പല കുട്ടികളും പല ജില്ലകളിൽ പല സ്റ്റേറ്റ്സിൽ ഇന്ത്യയിൽ തന്നെ നീറ്റാണെങ്കിൽ ഓൾ ഇന്ത്യ എക്സാമിനേഷനാണ്. പല സ്റ്റേറ്റ്സിലും അവർ നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് എത്രയോ മുൻപ് +1 എത്രയോ മുൻപ് എന്നാണ് അവർ പ്രിപ്പറേഷൻ തുടങ്ങുന്നതാണ്. സോ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നല്ല റാങ്ക് വാങ്ങണമെങ്കിൽ നമ്മൾ നേരത്തെ തുടങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ സ്കൂളിൽ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് വാങ്ങാൻ കഴിവ് കുറച്ചെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ ആ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും കിട്ടാമെന്ന്. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ നിങ്ങളെ പ്രഷറൈസും ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് സ്കൂളിലൊന്നും പോകാനില്ല ആ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റിലാക്സ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ May 7th നമ്മുടെ ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്യും. സോ നീറ്റും കീമൊക്കെ സീരിയസ് ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ആ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച്, May 7-ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ മാക്സിമം ട്രൈ. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാട്സപ്പിലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ജോയിൻ ചെയ്യാനോ ആ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇയർ എക്സാമിനർ കൂടെ പഠിക്കാൻ പോകുന്നവരെല്ലാവരും തന്നെ താഴെ കമൻറ്റ് ചെയ്യുക, സാർ ഞാൻ ജോയിൻ ചെയ്യുന്നു. ഓൾറെഡി ജോയിൻ ചെയ്തവർ അഗ്നി ബാച്ചിലോ പൃഥ്വി ബാച്ചിലോ ഓൾറെഡി ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ സാർ ഓൾറെഡി ജോയിൻഡ് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. മക്കളെ, നമുക്ക് അടുത്ത വർഷം അടിച്ചു പൊളിച്ച് പഠിക്കാം. എക്സാമിനർ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് +1 സൂപ്പറായിട്ട് പഠിച്ചെടുക്കാം. ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.